Hi friends, welcome back to our channel Roots and Roots OC Blog. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ടോപ്പിക്കാണ് റിലേറ്റഡ് ടു നഴ്സിംഗ് ഹോം സേഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ സേഫ് മെഡിക്കേഷൻ മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. പല ടൈപ്പ് അഡ്മിനിസ്ട്രേഷൻ നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നമ്പേഴ്സ് വേരി ആയിരിക്കും. ചിലടത്ത് 10 ആണെന്നാണ് പറയുന്നത്, ചിലടത്ത് 6 റൈറ്റ്സ് ആണ് പറയുന്നത്, ചിലടത്ത് 7 റൈറ്റ്സ് ആണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട റൈറ്റ്സുകളാണ്. അതിൽ ഒന്നാമത്തെ റൈറ്റ്സ് ആണ് റൈറ്റ് പേഷ്യന്റ്. നമ്മൾ എപ്പോഴും മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്ന നമ്മുടെ റൈറ്റ് റെസിഡന്റിനായിരിക്കണം എന്നുള്ളത്. ഇപ്പൊ നഴ്സിംഗ് ഹോം ബേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റൈറ്റ് റെസിഡന്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഒരു റൈറ്റ് റെസിഡന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നത് നമ്മുടെ ആ റൈറ്റ് പേഷ്യന്റ് ആണ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? മെയിൻ ആയിട്ട് നമ്മൾ 2 ഐഡന്റിഫയേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ നെയിം വെച്ചിട്ടായിരിക്കാം. അപ്പൊ നമുക്ക് അവരുടെ ചാർട്ട് പരിശോധിക്കാം, അതിൽ നിന്ന് നമുക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ ഫോട്ടോസ് ഒക്കെ കാണും. ഇപ്പൊ നമ്മള് യൂഷ്വലി നമ്മൾ ടാബ് വെച്ചിട്ടാണ് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ അവരുടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മളിപ്പോ ബ്ലിസ്റ്റർ പാക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ബാക്കിലായിട്ടും പേഷ്യന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം നമ്മൾ റൈറ്റ് റെസിഡന്റിനാണ് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്ന്. അടുത്താണ് റൈറ്റ് മെഡിക്കേഷൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് റൈറ്റ് ആയിട്ട്, അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൈറ്റ് മെഡിക്കേഷൻ ആണ് നമ്മൾ നമ്മുടെ റെസിഡന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു റൈറ്റ് മെഡിക്കേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് 3 ചെക്സ് നമ്മൾ അതിൽ വളരെ അലേർട്ട് ആയിരിക്കണം. 3 ചെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ടേക്കിംഗ് ദ മെഡിക്കേഷൻ, ബിഫോർ പ്രിപ്പയറിംഗ് ദ മെഡിക്കേഷൻ ആൻഡ് ബിഫോർ അഡ്മിനിസ്റ്ററിംഗ് ദ മെഡിക്കേഷൻ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 3 ചെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഫോർ ടേക്കിംഗ് ദ മെഡിക്കേഷൻ അല്ലെങ്കിൽ ബിഫോർ പിക്കിംഗ് അപ്പ് ദ മെഡിക്കേഷൻ. നമുക്കറിയാം ഇപ്പൊ നമ്മള് ഒരു മെഡിക്കേഷൻ ബ്ലിസ്റ്റർ പാക്കിൽ നിന്ന് എടുക്കുക, അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിരിക്കണം. ഇപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ സെയിം മെഡിക്കേഷൻ തന്നെയാണ് ഇതിൽ ഉള്ളതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ പ്രിപ്പയറിംഗ് ദ മെഡിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലിസ്റ്റർ പാക്കിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ റോൾസുകളായിരിക്കും, അപ്പൊ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു, നമ്മുടെ മെഡിക്കേഷൻ കപ്പിലേക്ക് ഇടുന്നു. അപ്പോഴും നമ്മൾ കൺഫേം ചെയ്യണം സെയിം നമ്പേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ സെയിം മെഡിക്കേഷൻ ആണോ. ഇപ്പൊ മെഡിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിന്റെ മെഡിക്കേഷന്റെ ബാക്കിലൊക്കെ ഓരോന്നിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ടാബിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നമ്മൾ ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്ങനെ ഇരിക്കുന്നതാണ്, എന്ത് കളർ ടാബ്ലറ്റ് ആണ് അല്ലെങ്കിൽ ഏത് ഷേപ്പ് ആണെന്നൊക്കെ സ്പെസിഫിക് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് മെഷർ ചെയ്യണം, നമ്മളത് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് മെഡിക്കേഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബിഫോർ അഡ്മിനിസ്റ്ററിംഗ് ദ മെഡിക്കേഷൻ. കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം സെയിം നമ്പർ ഓഫ് മെഡിക്കേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിലുള്ള കറക്റ്റ് തന്നെയാണോ നമ്മൾ. കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ ബ്ലിസ്റ്റർ പാക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് ടൈനി ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ഒക്കെ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാം. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ചിലപ്പം ചെക്ക് ചെയ്യുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ടാവും അല്ലെ, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ കൊടുക്കാൻ പോയപ്പോ ചിലപ്പോൾ ഒന്നെങ്കിൽ മെഡിക്കേഷൻ കപ്പില് സ്റ്റിക്ക് ചെയ്തിരിക്കാം. അപ്പം ഈ 3 ചെക്സുകൾ ഉറപ്പ് വരുത്തിയാൽ നമ്മൾ പേഷ്യന്റിന് റൈറ്റ് വേ ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് റൈറ്റ് ഡോസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ റെസിഡന്റിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൈറ്റ് ഡോസ് ഓഫ് മെഡിക്കേഷൻ ആണ് കൊടുക്കുന്നത്. ഡോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ആ ഒരു mg എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഡോക്ടർ ഓൾറെഡി പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് ഒരു 15 mg ഓക്സാസിബാം എന്ന് പറയുന്ന ടാബ്ലറ്റ് ആയിരുന്നു. പക്ഷെ ഡോക്ടർ വീണ്ടും റിവ്യൂ ചെയ്തു. അപ്പൊ ഡോക്ടർ മനസ്സിലായി റെസിഡന്റ് ഓൾമോസ്റ്റ് സെറ്റിൽ ആണ്, ഹാഫ് ടാബ്ലറ്റ് കൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ആ ഒരു മെന്റൽ ഇമോഷണൽ സ്റ്റാറ്റസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർ അതിന് എന്താക്കും, ഹാഫ് ടാബ്ലറ്റ് ആയിരിക്കും. പക്ഷേ ഓൾറെഡി നമ്മുടെ ആ ഒരു പാക്കിൽ 1 ടാബ്ലറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ എവറി ഡേ ഇന്നായിരിക്കും ന്യൂ അപ്ഡേഷൻ വന്നേക്കുന്നത്. സോ എവറി ഡേ കൊടുക്കുന്ന ആ ഒരു ഓർമ്മയിൽ നമ്മൾ ഒരിക്കലും ഈ പേഷ്യന്റ് നമ്മളെന്നും ഹോമിൽ സെയിം ആണല്ലോ റെസിഡൻസിനെ കാണുന്നതും കൊടുക്കുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ ഇവൻ ദോ സെയിം പേഷ്യന്റ് ആണെങ്കിൽ കൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഡോസുകൾ നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാവുള്ളൂ. അപ്പം നമ്മൾ 1 ടാബ്ലറ്റ് ഉള്ള, അതായത് 15 mg കൊടുക്കേണ്ട റെസിഡന്റിന് നമുക്ക് അന്ന് ഹാഫ് ടാബ്ലറ്റ് കൊടുക്കേണ്ടുള്ളൂ. അതായത് ഡോസ് അതിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഹാഫ് ടാബ്ലറ്റ് മാത്രം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഇഞ്ചക്ഷൻസ് ഒക്കെ.
ഇപ്പൊ പാലിയേറ്റീവ് കെയറിലുള്ള റെസിഡൻസ് അല്ലെങ്കിൽ പെയിൻ ഒക്കെ സിവിയർ ആയിട്ട് പറയുന്ന റെസിഡൻസിനൊക്കെ ഡോക്ടേഴ്സ് മോർഫിൻ അല്ലെങ്കിൽ മിഡാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഡോസ് എപ്പോഴും ഡിപ്പെൻസ് ഓൺ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ റെസിഡന്റിന്റെ ആ ഒരു എന്താ പറയാ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും എല്ലാ ഡോക്ടേഴ്സും മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിഡാസോളം 15 mg/3 ml ഉള്ള ഒരു മെഡിക്കേഷൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് 2 mg ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് 15 mg/3 ml എന്നുള്ള ആ ഒരു ഡോസ് ആണെങ്കിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനോരോ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. നഴ്സായ നമുക്ക് എല്ലാവർക്കും അത് അറിയാം. ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു ഡൈലൂഷൻ. ആ കാൽക്കുലേഷൻ ഇട്ട് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും മറ്റൊരു നഴ്സുമായിട്ട് ഡബിൾ ചെക്ക് ചെയ്ത് ഇൻ കേസ് ചില സമയത്തൊക്കെ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ, എന്നിരുന്നാലും നമ്മൾ 2-3 വട്ടം ഒരു എറർ ഉണ്ടാകുന്നേക്കാൾ മുമ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ അത് കൊടുക്കേണ്ടത്. അടുത്താണ് റൈറ്റ് ടൈം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാ മെഡിക്കേഷൻസും ഓൺ ടൈം നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. നമുക്കറിയാം നഴ്സിംഗ് ഹോംസിലൊക്കെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് അങ്ങനെയാണ് നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നത്. ഒരിക്കലും ലേറ്റ് നൈറ്റിൽ കൊടുക്കുന്ന ടാബ്ലറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി സ്ലീപ്പിംഗ് പിൽസുകളായിരിക്കും. അതൊരിക്കലും നമ്മൾ അതിന്റെ ടൈം അനുസരിച്ചല്ലാതെ ഒത്തിരി നേരത്തെ അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആയിട്ട് കൊടുക്കരുത്. അതെല്ലാം പേഷ്യന്റിന്റെ ആ ഒരു സ്ലീപ്പ് പാറ്റേൺസിനെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡെയിലി റുട്ടീന്റെ ആ ഒരു ഇംബാലൻസിന് കാരണമാവും. പിന്നെ മെയിൻ ആയിട്ട് ഈ റൈറ്റ് ടൈം പറയുന്ന സമയത്ത് നമ്മൾ ടൈം സെൻസിറ്റീവ് മെഡിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ടൈം സെൻസിറ്റീവ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടൈമിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. എക്സ്പെഷ്യലി ലിവോഡോപ്പ നമുക്കറിയാം. അത് അവരുടെ ആ ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബോഡിയുടെ സ്റ്റഡിയെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനുള്ള ഇതാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവരുടെ ആ ഒരു എസ്പെഷ്യലി പാർക്കിൻസൺസ് ഡിസീസിനെ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ മെഡിക്കേഷൻ ടൈം സെൻസിറ്റീവ് മെഡിക്കേഷൻ ഓൺ ടൈമിൽ തന്നെ കൊടുക്കുക എന്നുള്ളത്. മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ നഴ്സിംഗ് ഹോംസിലൊക്കെ നോക്കുവാണെങ്കിൽ 6-12 ആ റൂട്ടീനിലാണ് അത് പോകുന്നത്. അപ്പം മാക്സിമം നമ്മൾ ടൈം സെൻസിറ്റീവ് മെഡിക്കേഷൻ ഓൺ ടൈമിൽ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്താണ് റൈറ്റ് റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില മെഡിക്കേഷൻസ് ഒക്കെ ഓറൽ റൂട്ട്സ് ആയിരിക്കും. ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സിറപ്പ് ഒക്കെ കൂടുതലും നമ്മൾ ഓറൽ റൂട്ട്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഡൗട്ട് വരുന്നത് ചില ഇഞ്ചക്ഷൻസിന്റെ കേസിലാണ്. ചില ഇഞ്ചക്ഷൻ നമ്മൾ ഇൻട്രാവീനസ് ആണ് കൊടുക്കുന്നത്, അതായത് IV ആയിരിക്കും കൊടുക്കുന്നത്. ചില മെഡിക്കേഷൻസ് നമ്മൾ IM കൊടുക്കേണ്ടതുണ്ടാവും, ചിലത് നമ്മൾ സബ്ക്യൂട്ടേനിയസ് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ആ റൂട്ട്സ് എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും, എസ്പെഷ്യലി ഇഞ്ചക്ഷൻസിന്റെ കേസിൽ. അതുകൂടാതെ നമുക്കറിയാം ടോപ്പിക്കൽ മെഡിക്കേഷൻസ് ഉണ്ട്, റെക്ടൽ മെഡിക്കേഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ നമ്മൾ എനിമ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ സപ്പോസിറ്ററീസ് ഒക്കെ കൊടുക്കുന്നത് റെക്ടൽ ആയിരിക്കും. സോ വളരെ കെയർഫുൾ ആയിരിക്കണം റൂട്ട് ഓഫ് മെഡിക്കേഷൻസ് എന്നുള്ളത്. അടുത്തതാണ് റൈറ്റ് ഡോക്യുമെന്റേഷൻ. നമുക്കറിയാം ഡോക്യുമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നഴ്സിംഗ് ഫീൽഡ് അല്ലെ. നമുക്കറിയാം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി പ്രോഗ്രസ് നോട്ട്. അപ്പം നമ്മളൊരു റെസിഡന്റിന് മെഡിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അവർ റെഗുലറി കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഒരിക്കലും അതിൽ സൈൻ ഇടാൻ പാടില്ല. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടില്ല. പകരം നമ്മൾ റെസിഡന്റ് അടുത്ത് ചെന്നു, അവർക്കത് കൊടുത്തു, അവരത് കഴിച്ചു, അത് ഓൾറെഡി അവരുടെ ഉള്ളിലായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ സൈൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം എസ്പെഷ്യലി നഴ്സിംഗ് ഹോംസിൽ പല ചാൻസുകളുണ്ട് അല്ലെ. ചില സമയത്ത് പേഷ്യന്റ് അത് റെഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില സമയത്തും അവര് ഇങ്ങനെ തട്ടുമ്പോഴൊക്കെ അത് ആക്സിഡന്റലി ഫോൾ ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ആ ഒരു കൺമുന്നിൽ വെച്ച് പേഷ്യന്റിന് അത് ഫോളോ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മളത് ഡോക്യുമെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സാധനം കൊടുക്കാനായിട്ട് പാടുള്ളൂ. അടുത്താണ് റൈറ്റ് റെസ്പോൺസ്. നമുക്കറിയാം മെഡിക്കേഷൻ കൊടുക്കുന്ന ഒരു നഴ്സായി നമ്മളെ എപ്പോഴും അറിഞ്ഞിരിക്കണം എന്ത് റീസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെഡിക്കേഷൻ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കാരണവശാൽ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ പെയിൻ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആ മെഡിക്കേഷൻ കൊടുത്തത്. ചിലപ്പം നമുക്ക് തോന്നും അവർ വളരെ അജിറ്റേഷൻ ആയതുകൊണ്ടായിരിക്കും നമ്മൾ അത് കൊടുത്തത്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിന്റെ റീസൺ അറിഞ്ഞിരിക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇഫക്റ്റീവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് പേഷ്യന്റിന് കണ്ടീഷൻ ഇംപ്രൂവ് ആവാൻ ചാൻസ് ആയിട്ടുണ്ടോ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് റൈറ്റ് റീസൺ ആൻഡ് റൈറ്റ് റെസ്പോൺസ് എന്നുള്ള ആ ഒരു റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ടൈപ്പ് ഓഫ് റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു സബ് ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള റൈറ്റ്സുകൾ. അടുത്ത നമുക്ക് നോക്കാം വാട്ട് ആർ ദ ചലഞ്ചസ് വൈൽ അഡ്മിനിസ്ട്രിങ് ഓഫ് മെഡിക്കേഷൻ. നമുക്കറിയാം
പല ചലഞ്ചസുകൾ എസ്പെഷ്യലി നഴ്സിംഗ് ഹോമിൽ പല ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഡ്യൂറിങ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ചലഞ്ചസുകളാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെഫ്യൂസൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്കറിയാം റെസിഡൻസിന്റെ ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് അവർ റെഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ വളരെ പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ റെഫ്യൂസൽ ടെൻഡൻസിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ബട്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യരുത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ റെസിഡന്റിന്റെ സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക. സോ ഫൈനലി നമുക്ക് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ GP ആൻഡ് ഫാമിലി സെയിം ടൈം നമ്മൾ മാനേജ്മെന്റിന്റെയും ആ ഒരു പ്രോട്ടോകോൾ അങ്ങനെ ഫോളോ ചെയ്ത് നമ്മൾ ആ ഒരു പ്രോബ്ലം നമ്മളെ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി കോമൺ ആയിട്ട് ഓൾഡ് ഏജ് പീപ്പിളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റീസൺ ആണ്, അല്ലെങ്കിൽ ഒരു മെയിൻ ചലഞ്ച് ആയിട്ട് നമുക്ക് പറയാം. കാരണം അവർക്ക് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ചില സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വോളോവിങ് ഡിഫിക്കൽട്ടീസ് കാണും. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിലും നമ്മൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന് റിവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സ്വോളോവിങ് ഡിഫിക്കൽറ്റി പല റീസൺ കൊണ്ട്, എന്തെങ്കിലും ഓറൽ റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ എന്തെങ്കിലും സോറ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പം കഫ് കൊണ്ടായിരിക്കാം. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ GPയോട് അതിന് പറ്റിയ ഓൾട്ടർനേറ്റീവ്സ് റിക്വസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ടാബ്ലറ്റ് നമുക്ക് സിറപ്പ് ഫോമിലേക്ക് മാറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ക്രഷിംഗ് റിക്വസ്റ്റ് ഫോംസ് ഡോക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാം. കാരണം ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ആ ഒരു ഹോൾ ആയിട്ടുള്ള ടാബ്ലറ്റ് നമുക്ക് ക്രഷ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമുക്ക് വാങ്ങിച്ച് അതിന്റെ ഫോമും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്താൽ നമുക്ക് അതിന്റെ ഫോംസിലേക്ക് മാറ്റാൻ പറ്റും അല്ലെ. ഒരിക്കലും ഹോൾ ആയിട്ടുള്ള ടാബ്ലറ്റ് നമുക്ക് വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട്, അതായത് ക്രഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഓരോ ടാബ്ലറ്റിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതുണ്ട്. ചില ടാബ്ലറ്റ്സ് ഒന്നും നമുക്ക് എൻട്രിക്കോട്ടഡ് ടാബ്ലറ്റ്സ് ഒന്നും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ക്രഷ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ആ ഒരു രീതി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് റിട്ടേൺ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രഷിംഗ് ആ ഒരു പോളിസി നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ട് വീണ്ടും ഇവരുടെ മെഡിക്കേഷൻസ് എല്ലാം ഹോൾ മെഡിക്കേഷൻ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത മെയിൻ ആയിട്ടുള്ള ചലഞ്ച് ആണ് അലർജിക് റിയാക്ഷൻസ്. ഏത് ടൈമിലും നമുക്ക് അലർജിക് റിയാക്ഷൻസ് എക്സ്പെക്ട് ചെയ്യാം, എസ്പെഷ്യലി ആന്റിബയോട്ടിക് അഡ്മിനിസ്ട്രേഷന്റെ ടൈമിൽ. ചില സമയത്ത് നമുക്കറിയാം അത് ന്യൂ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആയിരിക്കും അല്ലെ. ചിലപ്പം ആന്റിബയോട്ടിക് മാത്രമാണെന്നില്ല, എല്ലാ മെഡിക്കേഷനും ന്യൂലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഒരു ചലഞ്ച് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ നോട്ടിഫൈ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ വൈറ്റൽ സയൻസുകളൊക്കെ മോണിറ്റർ ചെയ്ത് അവര് സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. GPയെ നോട്ടിഫൈ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജ്മെന്റിനെയും ഫാമിലിനെയും ഈ ഇഷ്യൂസ് നോട്ടിഫൈ ചെയ്യണം. അതായത് പ്രോപ്പർ വേ ഓഫ് എസ്കലേഷൻ ആയിരിക്കണം അപ്പം നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അടുത്ത് നമുക്ക് നോക്കാം കോമൺ എറേഴ്സ്, മെഡിക്കേഷൻ എറേഴ്സ് ഇൻ നഴ്സിംഗ് ഹോം. നഴ്സിംഗ് ഹോമിൽ നമുക്ക് കോമൺ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന മെഡിക്കേഷൻ എറേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ റൈറ്റ്സുകൾ പറഞ്ഞല്ലേ, അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് എപ്പോൾ സംഭവിക്കുന്നു അതെല്ലാം എറേഴ്സ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. ഇപ്പൊ നമുക്ക് പറയാം, ഫസ്റ്റ് നമുക്ക് പറയാം അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ഫോർ ദ റോങ് പേഷ്യന്റ്. അതായത് നമുക്ക് റോങ് ആയിട്ട് പേഷ്യന്റ് നമുക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. കാരണം നഴ്സിംഗ് ഹോംസിലൊക്കെ എല്ലാവരും ഏകദേശം ഒക്കെ ഒരുപോലെ ഇരിക്കും. നമ്മൾ പെട്ടെന്ന് ഒരു ന്യൂ ആയിട്ട് ചെല്ലുവാണെങ്കിൽ അവിടെ വളരെ റിസ്ക് ആണ്. നമ്മൾ അവർക്ക് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള പേഷ്യന്റ് മെഡിക്കേഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന എറേഴ്സ് ആണ്, അതായത് ഇംപ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ഓൺ ടൈം. അതായത് നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റാണ്ട് വരും. ചിലപ്പോൾ നമ്മൾ ന്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും. അതോടൊപ്പം തന്നെ ടൈം സെൻസിറ്റീവ് മെഡിക്കേഷൻ നമുക്ക് ഓൺ ടൈമിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അതായത് നമുക്ക് ആ ഒത്തിരി തിരക്കുള്ള ഒരു ടൈം ആയി പോകും. ആ സമയത്ത് നമ്മൾ അത് മിസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു മെഡിക്കേഷൻ എററിനുള്ള ഒരു ചാൻസ് ആണ്. പിന്നെ നമുക്ക് പറയാം എന്നാ പറയാ ക്രഷിംഗ് നോൺ ക്രഷബിൾ മെഡിക്കേഷൻ. നമ്മൾ പറഞ്ഞു ചില മെഡിക്കേഷൻസ് ഒന്നും നമ്മൾ ക്രഷ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആക്സിഡന്റലി അത് വളരെ എളുപ്പത്തിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി തോന്നിയെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ല ജസ്റ്റ് അത് ക്രഷ് ചെയ്ത് അതൊരു എറേഴ്സിന് കാരണമായിരിക്കും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എക്സ്പയർഡ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂഡ് മെഡിക്കേഷൻ. നമ്മളെ എക്സ്പയറി ഡേറ്റ് നോക്കാതെ ചിലപ്പം അഡ്മിനിസ്റ്റർ ചെയ്യാൻ, ചിലപ്പോൾ എസ്പെഷ്യലി ഇൻസുലിന്റെ ഒക്കെ കേസിൽ ഓൾറെഡി ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ആയിരിക്കും. ചിലപ്പോൾ അത് നിയർ എക്സ്പയറി ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പയർഡ് ആയിരിക്കാം. നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത ചില മെഡിക്കേഷൻസ് കാണും. അതായത് ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്യും. അപ്പൊ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ വീണ്ടും ആ സെയിം മെഡിക്കേഷൻസ് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള
ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ എറേഴ്സ് വി ക്യാൻ എക്സ്പെക്ട് ഇൻ നഴ്സിംഗ് ഹോം. അടുത്ത നമുക്ക് നോക്കാം, വാട്ട് ആർ ദ കോമൺ കോസസ് ഫോർ മെഡിക്കേഷൻ എറേഴ്സ്. കൂടുതലായിട്ടും ഇങ്ങനെയൊക്കെ മെഡിക്കേഷൻ എറർ വരാനായിട്ട് ചില റീസൺസ് കാണും അല്ലെ. അതിന്റെ കോസസുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാം ഓവർ ഡിസ്ട്രാക്ഷൻ. നമ്മൾ ചിലപ്പം നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല പല കൺഫ്യൂഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പല പല സ്ട്രെസ് ചില സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാം. കാരണം നമുക്ക് അടുത്ത ജോബ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ ന്യൂ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് സെറ്റിംഗ് മാറുമ്പോൾ നമ്മൾ ഒത്തിരി ഡിസ്ട്രാക്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അണ്ടർ സ്റ്റാഫിങ് ഒരു റീസൺ ആയിരിക്കാം. കാരണം ചില സമയത്ത് സ്റ്റാഫ് നമുക്ക് ഷോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 വിങ്സ് നമ്മൾ കവർ ചെയ്യേണ്ട ചാൻസ് വരാം. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ മെഡിക്കേഷൻ എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രോപ്പർ ആയിട്ട് നമുക്കൊരു ഹാൻഡ് ഓവർ ലഭിക്കുന്നില്ല, അതായത് പ്രീവിയസ് സ്റ്റാഫ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ തരുന്നില്ല എങ്കിൽ നമുക്ക് മെഡിക്കേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ വി ആർ നോട്ട് ഫോളോവിങ് ദ കറക്റ്റ് റൈറ്റ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷന്റെ ആ ഒരു റൈറ്റ്സിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന മെഡിക്കേഷൻ എറേഴ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നോക്കാം, ഇപ്പൊ നമ്മൾ കോസസ് പറഞ്ഞു, എന്തൊക്കെയാണ് കോമൺ എറേഴ്സ് പറഞ്ഞു. അടുത്ത നമുക്ക് നോക്കാം ഹൗ വി ക്യാൻ അവോയ്ഡ് ദീസ് ഒക്കറൻസസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും. അതായത് നമുക്കൊരു പ്രോപ്പർ മെഡിക്കേഷൻ ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇയർലി അല്ലെങ്കിൽ നമുക്ക് 6 മന്ത് കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് ലഭിക്കും. അതുപോലെ തന്നെ എവറി ടൈം ട്രൈ ടു ഫോളോ ഓൾ ദ റൈറ്റ്സ് ഫോർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ റൈറ്റ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് മാക്സിമം നമുക്ക് മെഡിക്കേഷന്റെ എറേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഈവൻ എന്തെങ്കിലും മെഡിക്കേഷൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡ്യൂറിങ് ഹാൻഡ് ഓവർ നമുക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് സാധിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മെഡിക്കേഷൻ എറേഴ്സ് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻ ഡോക്ടേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചില മെഡിക്കേഷൻ ഒരു ഹോൾ ടാബ്ലറ്റ് കിട്ടുന്ന ഒരു റെസിഡന്റിന് ചിലപ്പം പേഷ്യന്റ് കണ്ടീഷനെ റിവ്യൂ ചെയ്തതിന് ശേഷം GPs അത് ഹാഫ് ടാബ്ലറ്റ് ആക്കി മാറ്റാനായിട്ട് ഇടയുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മളിപ്പോ മെഡിക്കേഷന്റെ റോൾസിൽ അല്ലെങ്കിൽ മെഡിക്കേഷന്റെ ബ്ലിസ്റ്റർ പാക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അലേർട്ട് സയൻസുകൾ, അതായത് നമുക്ക് നഴ്സിംഗ് ഹോംസിലൊക്കെ കാണാം അലേർട്ട് എന്ന് പറഞ്ഞ റെഡ് ലേബൽ കാണും, അല്ലെങ്കിൽ മെഡിക്കേഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ലേബൽസ് ഒക്കെ കിട്ടും. അതൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോളോവിങ് നെക്സ്റ്റ് ഷിഫ്റ്റ്സ് വരുന്നവർക്ക് അതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അവർ ഒന്നുകൂടെ അത് ശ്രദ്ധിക്കും. ഇവന്തോ നമ്മൾ എല്ലാ റൈറ്റ്സും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ചാൻസസ് ഉണ്ട് അല്ലെ, എനി ടൈം വി ക്യാൻ എക്സ്പെക്ട് മെഡിക്കേഷൻ എറേഴ്സ് ഇൻ നഴ്സിംഗ് ഹോം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇച്ചിരി അലേർട്ട് ആവാനായിട്ട് ഇതാവും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഒരു റിഫ്രഷ് ട്രെയിനിങ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ സംഘടിപ്പിക്കുവാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ആ ഒരു നോളജിനെ റിവൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു വേ ഓഫ് സേഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു പ്രോസസ്സിനെ ഗുഡ് വേയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അടുത്ത നമുക്ക് നോക്കാം വാട്ട് വി നീഡ് ടു ഡു സംതിങ് ഹാപ്പൻസ്, സം മെഡിക്കേഷൻ എറർ ഹാപ്പൻസ് ഇൻ നഴ്സിംഗ് ഹോം. അപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ എറർ ഹാപ്പൻ ചെയ്താൽ നമ്മൾക്ക് ചില റെമഡീസ് എടുക്കാം അല്ലെ. നമ്മളൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു എറർ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരിക്കലും പാനിക് ആയി പോകാനായിട്ട് പാടില്ല. കാരണം നമ്മൾ അങ്ങ് പാനിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫുൾ ഷിഫ്റ്റ് അല്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഇൻസിഡന്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു എറർ സംഭവിച്ചു. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിന് ഒരു റോങ് മെഡിക്കേഷൻ കൊടുത്ത് അത് സംഭവിച്ചു പോയി. അതിന്റെ പേര് നമ്മൾ പാനിക് ആകാൻ പാടില്ല, വളരെ കാമായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പേഷ്യന്റ് സേഫ്റ്റിക്കായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ പേഷ്യന്റ് ഓപ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുക, പേഷ്യന്റ് സേഫ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ നമ്മുടെ ആ ഷിഫ്റ്റിൽ ഉണ്ടായ എറർ നമ്മുടെ ഇൻചാർജിനെ നോട്ടിഫൈ ചെയ്യുക, അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനെ അറിയിക്കുക, പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അടുത്താണ് നമ്മൾ GPനെ എന്തായാലും കണ്ടീഷൻ അറിയിക്കണം. കാരണം GP ആണ് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് GPനെ അപ്ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ GP അപ്പം നമുക്ക് അതനുസരിച്ചുള്ള ഫോളോ അപ്പ് മെഷേഴ്സ് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ നമ്മൾ ഫാമിലിനെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. ഇവൻ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണ് നമ്മുടെ ഇടയിൽ നിന്ന് സംഭവിച്ചെങ്കിൽ പോലും നമ്മൾ റെസ്പോൺസിബിൾ ആണ് ആ റെസിഡന്റിന്റെ ഡീറ്റെയിൽസ് ഫാമിലിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം മെഡിക്കേഷൻ ആണല്ലോ, എന്ത് മൈനർ ഇൻസിഡന്റ് ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഇൻസിഡന്റ് എന്നുള്ള ഒരു ഗണത്തിലാണ് പെടുത്തുന്നത്, അതായത് മെഡിക്കേഷൻ ഇൻസിഡന്റ്. അപ്പൊ മെഡിക്കേഷൻ ഇൻസിഡന്റിന് ഓരോ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ടെംപ്ലേറ്റ്സുകളുണ്ട്. അതനുസരിച്ച് നമ്മൾ ആ ഒരു ഇൻസിഡന്റ് ഫോം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മുടെ CD അല്ലെങ്കിൽ CCC അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ അത് റിവ്യൂ ചെയ്യും. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ ലഭിക്കും. അതൊരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല, അത് നമുക്ക് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനും നെക്സ്റ്റ് ടൈം നമ്മൾ ഇതേപോലുള്ള മെഡിക്കേഷൻ ഇൻസിഡൻസ് ഉണ്ടാവാതെ
നമ്മൾ സേഫ് ആകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. സേഫ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്തതും അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മെഡിക്കേഷൻ ആണ് എസൈഡ് മെഡിക്കേഷൻ, അതായത് നമ്മുടെ കൺട്രോൾ മെഡിക്കേഷൻസ്. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പൊക്കെ അറിയാം, അല്ലെങ്കിൽ തന്നെ എല്ലാ നഴ്സുമാരും വളരെ അവെയർ ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കൺട്രോൾ മെഡിക്കേഷൻസ്, അല്ലെ? അപ്പം നമുക്ക് കൺട്രോൾ മെഡിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അത് എപ്പോഴും നമ്മളൊരു ഡബിൾ ലോക്കിലായിരിക്കണം വെക്കേണ്ടത്. അതിന്റെ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിലെ ഇൻചാർജിലായിരിക്കണം അത് കൈമാറേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ടേബിളിൽ വെച്ചിട്ട് പോവോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇൻചാർജ് ആയിരിക്കുമ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോവോ, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അതൊരു ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലായിരിക്കും. അതോടൊപ്പം തന്നെ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്താണെങ്കിലും ബിഫോർ ടേക്കിങ്ങും അതുപോലെ തന്നെ ആഫ്റ്റർ മീൻസ് അഡ്മിനിസ്ട്രേഷനും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രോപ്പർ ആയിട്ട് അത് കൗണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എപ്പം നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോയാലും അതിന്റെ അതായത് എല്ലാ റൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അത് നമ്മളെ ഇൻസിഡൻസ് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാകുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ എസൈഡ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു എസ്ഐ റിലേറ്റഡ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ പിന്നിനെ വരെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഒരു മെഡിക്കേഷൻ ആണ് എസൈഡ് അല്ലെങ്കിൽ കൺട്രോൾ മെഡിക്കേഷൻസ്. എപ്പോഴും നമ്മൾ വിഗ്നസ്ഡ് ആയിരിക്കണം. അതിൽ നിന്ന് എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ നമ്മൾ വിഗ്നസ്ഡ് ആയിരിക്കണം. ഇൻ കേസ് സംടൈംസ് നമ്മൾ എസൈഡ് മെഡിക്കേഷൻ റൗണ്ട്സിന് പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ഇടയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫോൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ നമുക്കൊരു എമർജൻസി കോൾ വരും. ആ സമയത്ത് ഒന്നും നമ്മൾ ഡിസ്ട്രാക്ട് ആകാൻ പാടില്ല. കാരണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എസൈഡ് മെഡിക്കേഷൻ. ഓക്കെ, ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു കണ്ടീഷൻ വന്നു, ഓക്കെ, നമുക്ക് ഒരിക്കലും റെസിഡന്റിനെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേഷ്യന്റ് സേഫ്റ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ ടൈമിൽ നമ്മൾ ഈ രണ്ടാമത് നമ്മുടെ കൂടെയുള്ള വിറ്റ്നസ് നഴ്സിന്റെ കൂടെ അത് സേഫ് ആയിട്ട് ഒരിടത്ത് കൊണ്ടുവച്ച്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ലോക്കറിൽ വെച്ചതിന് ശേഷം മാത്രമേ ആ പേഷ്യന്റിനെ, ആ ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യന്റിനെ ഡീൽ ചെയ്യാൻ പോലും പോകാൻ പറ്റും. അത്രയ്ക്ക് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മെഡിക്കേഷൻ ആണ് എസൈഡ് മെഡിക്കേഷൻ. പിന്നെ നമുക്കറിയാം, ചില സമയത്തൊക്കെ റെസിഡൻസ് റെഫ്യൂസ് ചെയ്യാം. എല്ലാവർക്കും റൈറ്റ്സ് ഓഫ് റെഫ്യൂസൽ ഉണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എസൈഡ് മെഡിക്കേഷനും റെസിഡൻസിന് റെഫ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി ഓപ്പൺ ആക്കി, അപ്പൊ നമ്മൾ കൊടുത്തു, പേഷ്യന്റ് റിഫ്യൂസ് ചെയ്തു. ഒരിക്കലും നമ്മളത് നോർമൽ മെഡിക്കേഷൻ പോലെയല്ല. അതും വിത്ത് വിക്നെസ്സോട് കൂടി മാത്രമേ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതലും നമ്മൾ അത് നമ്മുടെ ആ ഒരു പർപ്പിൾ ബിന്നിലാണ് അത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ റണ്ണിങ് വാട്ടറിലൊക്കെ ചെയ്യാം. അതൊരിക്കലും സേഫ് ആയിട്ടൊരു മെത്തേഡ് അല്ല. എപ്പോഴും നമ്മൾ പർപ്പിൾ ലിഡുള്ള ബിന്നിൽ തന്നെ ഡിസ്കാർഡ് ചെയ്ത് കളയുവാണ് ചെയ്യേണ്ടത്. അത് എപ്പോഴും വിഗ്നസ്ഡ് ആയിരിക്കണം. നമ്മൾ ഒരു മെഡിക്കേഷൻ ഡിസ്കാർഡ് ചെയ്യുവാണെങ്കിൽ കൂടി, എസ്പെഷ്യലി കൺട്രോൾ ഡ്രഗ് ചെയ്യുമ്പോൾ ഡബിൾ സൈൻ അവിടെയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ വീക്ക്ലി ഒക്കെ നമ്മുടെ ഇൻചാർജ്മാരുടെ പ്രസൻസിൽ നമുക്കത് വീണ്ടും ഡബിൾ ചെക്ക് ചെയ്ത് അത് കൺഫേം ചെയ്തതിന് ശേഷം നമുക്കത് കറക്റ്റ് ആയിട്ട് ഈ നമ്മൾ റെഗുലർലി എല്ലാ ഷിഫ്റ്റിലും നമ്മളത് പ്രോപ്പർ ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ആ റൗണ്ട്സിൽ അല്ലെങ്കിൽ കൂടി നമ്മൾ അത് കൗണ്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മുടെ ഇൻചാർജ്മാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ CCC അല്ലെങ്കിൽ CD അതേപോലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ് പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പം എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. കൺട്രോൾ മെഡിക്കേഷൻ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് മെഡിക്കേഷൻസ് ആണ്. എല്ലാ മെഡിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൺട്രോൾ മെഡിക്കേഷൻ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സേഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതലായിട്ടും നമുക്ക് നഴ്സസ് റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.